ബഡ്ജറ്റ് അവതരിപ്പിക്കാനുള്ള വ്യക്തി പാലില്ല നിങ്ങളാ പറഞ്ഞത് കാരണം നടപടിയുടെ കാര്യമാണ്. ഇവിടെ ഏറ്റവും ഡീസന്റ് ആയി മര്യാദയ്ക്ക് പറഞ്ഞു ഈ 25 ഞാൻ പറഞ്ഞല്ലോ ഇതിനെല്ലാം ഈ ബഡ്ജറ്റ് കമ്മിറ്റി അവതരിപ്പിച്ച് ഈ ബഡ്ജറ്റ് തീരുമാനിച്ചിട്ടുള്ള വെച്ച ഫണ്ട് ഊഹാമാക്കിയത് അല്ലല്ലോ. ഈ ബഡ്ജറ്റ് തീരുമാനിച്ചിട്ടുണ്ടല്ലോ, അതിന് മുമ്പ് തീരുമാനിച്ചില്ലേ? അപ്പൊ ഇതിലൊരു തീരുമാനം വെച്ച പൈസ അതിനുള്ള വിശദീകരണം ഞാൻ തരാം. ഈ കമ്മിറ്റി എന്റെ സ്ഥലത്തിന് എന്റെ ഉറപ്പൊന്ന് ചേച്ചി അറിയേണ്ട ചെയ്യാനുണ്ടോ? പ്രസിഡന്റ് അർച്ചി പറയണം. അങ്ങനെയൊന്നും ബീജപ്പെടുത്തിയാ പോകില്ല. ഞാൻ വ്യക്തമായിട്ട് നിങ്ങൾ നാട്ട് മറുപടിയാണ്. ഞാൻ വ്യക്തമായിട്ട് പറയാം. ഈ കമ്മിറ്റി കഴിയുമ്പോൾ ഞാൻ വിശദീകരിക്കാം. ഇവിടെ ആരും വെള്ളി പോകാൻ പറഞ്ഞിട്ടില്ല. അവരുടെ പ്രൊഡക്ഷൻ ഞങ്ങൾക്ക് കമ്മിറ്റി അവതരിപ്പിക്കണം. നിങ്ങളുടെ ആരും വെള്ളി പോകാൻ പറഞ്ഞാൽ നീ നിൽക്കാൻ പറഞ്ഞുള്ള കൗൺസിൽ ഹോളാണ്. ഇവിടെ നമ്മൾ കമ്മിറ്റി വിളിക്കണം, അത്രേ ഉള്ളൂ. അയ്യോ, ഈ 24 വീട് കിട്ടുന്നില്ലല്ലോ. ആരുടെ നിർദ്ദേശപ്രകാരം നിർദ്ദേശപ്രകാരം വെച്ചു ഗ്രാമപഞ്ചായത്ത് അംഗീകരിച്ചിട്ടുണ്ട്. ഈ 26 പേർക്ക് വീട് കിട്ടുന്നില്ലല്ലോ. നിങ്ങൾ ആർക്കും എങ്ങനെ കിട്ടും? പഞ്ചായത്തിന് എവിടെ വീടുണ്ട്? നിങ്ങൾ ഡിമാൻഡ് ചെയ്തിട്ടില്ലല്ലോ. നിങ്ങൾ ഡിമാൻഡ് ചെയ്തിട്ടില്ലല്ലോ. എനിക്കൊന്നും പറയാൻ പറ്റാണ്. അതല്ലേ ഉള്ളൂ. ഇതിന്റെ കസ്റ്റോഡിയൻ വീഡിയോ ആണ്. ഇതിന്റെ എത്ര പേർക്ക് വെക്കണം, എത്ര പേർക്ക് വെക്കണം, എത്ര പേർക്ക് പൈസ വേണമെന്നല്ല ഇതിന്റെ അകത്തൊക്കെ വസ്തുതയുള്ള കാര്യമാണ്. ഞങ്ങളുടെ വായിച്ചിട്ടില്ല. ക്ഷണിക്കുന്നു. 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന PMAY ഭവന പദ്ധതിക്ക് ജനറൽ ഭവനത്തിനും ഗ്രാമപഞ്ചായത്ത് വിവിധമായ 70,000 രൂപയും SC വിഭാഗങ്ങൾക്ക് 45 രൂപയും റിവിഷനിൽ പഞ്ചായത്ത് ധാർമ്മികത അനുസരിച്ച് ഉൾപ്പെടുത്തുന്നതാണ്. ഇത് പീഡിയാണ്. ഇത് പ്രകാരം സെക്രട്ടറി ആക്ഷൻ എടുക്കേണ്ട ഉണ്ടോ? ഉണ്ട്. ഇത് ഈ കത്ത് പ്രകാരം സെക്രട്ടറി എന്തെങ്കിലും ആക്ഷൻ എടുക്കേണ്ടതുണ്ട്.
പുള്ളി പറയണ അടുത്ത പദ്ധതിയിലേക്ക് വെക്കാന്നാണ് ഇപ്പൊ ഇത് പറയുന്നത്. ഈ വേറെ കാര്യത്തോട് സാധ്യതയുണ്ടോ? ഇതിനകത്ത് സെക്രട്ടറി കണ്ടെത്തിയതൊക്കെ 2024-25. സെക്രട്ടറി ഒരു കാര്യം അറിയിച്ചിട്ടില്ല ഇതിനെപ്പറ്റി. നിങ്ങളുടെ കയ്യിൽ ഇരിക്കുകയാണ് ഒരു കാര്യം നിങ്ങളോട് ഇത് ഗ്രൂപ്പിൽ കാര്യങ്ങളെല്ലാം ഇട്ട് ചർച്ച നടന്നു. 22 പഞ്ചായത്തിലേക്ക് അയച്ച കത്ത് സെക്രട്ടറി കണ്ടില്ല. സെക്രട്ടറിക്ക് ഏഴ് പഞ്ചായത്തിലെ സെക്രട്ടറിമാർക്ക് കിട്ടി. അന്നക്കാട് പഞ്ചായത്തിലെ സെക്രട്ടറി മാത്രമേ കിട്ടാത്തുള്ളൂ. അത് നോക്കിച്ചെടുക്കുമോ അന്വേഷിക്കണം എന്നാ പറഞ്ഞു. ഒരു കാര്യം അറിയിച്ചിട്ടില്ല. ഒരു കാര്യം ഇതാ ജിൻസിനോടൊന്ന് നോക്കാൻ പറയാമോ? ഈ 10-ാം മാസം ഒരു മെയിൽ വന്നു ഒന്ന് നോക്കാൻ പറയാമോ? ജിൻസിനെ നിൽക്കണല്ലേ ജിൻസിനോടൊന്ന് നോക്കാൻ പറയാം. സാർ പറയുന്നത് നോക്കുമല്ലോ. 22-10 ഇങ്ങനെ ഒരു മെയിൽ വന്നു നോക്കിയത് ഞങ്ങളാരും പകുതി കൂടല്ലേണ്ടതല്ലോ. മെയിൽ നോക്കിയാൽ ഇത് തുറന്നു നോക്കിയിട്ടൊന്നും അറിയാൻ പറ്റില്ല. ഈ ഇപ്പൊ മെയിൽ തുറക്കുമ്പോ ഇതിനു മുന്നേ തുറന്നു നോക്കിയിട്ടൊന്നും അറിയാൻ പറ്റില്ലേ? അങ്ങോട്ട് നോക്കണേ. സെക്രട്ടറി അറിയിച്ചിട്ടില്ല എന്നതാണ് സെക്രട്ടറി പറഞ്ഞത്. നിങ്ങള് മാറ്റി വെച്ച കാശ് കൊടുക്കണല്ലോ സുഹൃത്തെ. അന്നേരം അത് എന്തിനാ കൊടുക്കുന്നത് നിങ്ങൾ പറയുന്നത്? 24 പേർക്ക് അയക്കണ എത്ര വേണമെന്നാ പൈസ ഇട്ടേക്കണേ. PMAY പദ്ധതിയിൽ പൈസ വെക്കാതെ നിങ്ങളുടെ ഒരു ബഡ്ജറ്റും പാസ്സാവില്ല, നിങ്ങളുടെ ഒരു പദ്ധതിയും നിർവഹണം നടത്തില്ല എന്നറിയാവുന്നത് കൊണ്ടല്ലേ ഈ 20,000 രൂപയ്ക്കുള്ളിൽ എന്തേ മൊത്തം നിങ്ങൾ മാറ്റാത്തത്? നിങ്ങൾ ആരെയാണ് മൊത്തം കൽപ്പിക്കുന്നത്? അത് വെക്കാം. DPCയുടെ അംഗീകാരം ഏതെങ്കിലും പ്രോജക്റ്റ് കിട്ടോ? PMAYയുടെ പൈസ വെക്കാതെ കിട്ടോ? എന്റെ 2 ലക്ഷം നിങ്ങൾ പൂർണ്ണമായി മാറ്റാത്ത എന്തിനായാലും 20,000 കിട്ടേക്കാം. ഒരു വീട്ടിൽ 70,000 കൊടുക്കുന്നത് നിങ്ങൾക്ക് അറിയില്ല. എന്താ 70 എന്തിനാ മാറ്റിയത്? ഒരു കാര്യം സ്ഥിതിക്ക് ഒരു കാര്യം ഉണ്ട്. NREGയിൽ ഒരു എഞ്ചിനീയറെ നിയമിക്കണമെന്ന് പത്രപരസ്യം കൊടുത്ത് 12 ഉദ്യോഗസ്ഥരോട് പങ്കെടുത്തു. അതിന്റെ കമ്മിറ്റിയുടെ തീരുമാനം ഒന്ന് കേട്ടു. കല്ലൂർക്കാട് ഗ്രാമപഞ്ചായത്ത് NRE സാക്രിറ്റി എഞ്ചിനീയർ നിയമനവുമായി ബന്ധപ്പെട്ട് 25/2/2025 തീയതി നടത്തിയ ഇന്റർവ്യൂവിന്റെ അപേക്ഷ വിവരങ്ങൾ യോഗം പരിശോധിച്ചു. 14 പേർ അപേക്ഷ സമർപ്പിച്ചുവെങ്കിലും ഇന്റർവ്യൂ പങ്കെടുത്ത 12 പേരുടെ ലിസ്റ്റ് യോഗം അംഗീകരിച്ചു. 1-ാം റാങ്ക് കരസ്ഥമാക്കിയ യമുന റാണി VL എന്ന ഉദ്യോഗാർത്ഥി തിരുവനന്തപുരം ജില്ലയിലെ കോട്ടുക്കൽ പഞ്ചായത്തിൽ NREGയിൽ സമാന തസ്തികയിൽ ജോലി ചെയ്തിട്ടുണ്ടെങ്കിലും ഭരണസമിതിയുമായി നിരന്തരം വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയും ജോലി വീഴ്ചയായി കോട്ടുക്കൽ പഞ്ചായത്ത് പ്രസിഡന്റുമായി ഫോൺ മുഖാന്തരം ബന്ധപ്പെട്ടപ്പോൾ അറിയാൻ കഴിഞ്ഞതായി പ്രസിഡന്റ് യോഗത്തെ അറിയിച്ചു. ഈ ഉദ്യോഗാർത്ഥി ഇന്റർവ്യൂവിൽ ഹാജരായപ്പോൾ ഇന്റർവ്യൂ ബോർഡിന് മുന്നിൽ ഒരു ഉദ്യോഗാർത്ഥി നിൽക്കേണ്ട നിലയിലുള്ള അച്ചടക്കം പാലിച്ചില്ല. ഇവരുടെ മുമ്പിലെ സെക്രട്ടറി, പ്രസിഡന്റ്, കൃഷി ഓഫീസർ നമ്മുടെ ഏഴ് മുമ്പിൽ സല്യൂട്ട് അടിച്ചില്ല, പാലിച്ചില്ല എന്നും തിരുവനന്തപുരം സ്വദേശിയായി ഇവരെ ഇവരെ ഓഫീസ് പ്രവർത്തനം കാര്യക്ഷമമായി നിർവഹിക്കാൻ കഴിയാതെ വരുമ്പോൾ പ്രസിഡന്റ് യോഗത്തെ അറിയിച്ചു. സെക്രട്ടറിയുടെ തീരുമാനം സെക്രട്ടറി കുറിപ്പ് എഴുതി. കേട്ടോ, 2-ാം റാങ്ക് പഞ്ചായത്ത് നിയമാനുസരണം ഇത് നിയമാനുസരണം റാങ്ക് നേടിയ ആളെ നിയമിക്കേണ്ടതാണെന്നും ആയത് മറികടത്തുന്ന ഈ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനം ദൈവമായി നിലനിൽക്കുന്നില്ലെന്നും ആയതിനാൽ പഞ്ചായത്ത് കമ്മിറ്റിയെ തീരുമാനിച്ച് നിരോധനം ഏർപ്പെടുത്തി. ഞങ്ങൾ 5 പേരും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത് അപ്പൊ ഇതൊക്കെ എഴുതാൻ സെക്രട്ടറിക്ക് അറിയാം. അത് സെക്രട്ടറി ഇവരുടെ മുന്നിൽ സല്യൂട്ട് അടിച്ചില്ല എന്ന് പറഞ്ഞു. വീഴ്ച വന്നു. ഇല്ലെങ്കിൽ നിങ്ങൾ 20,000 അതിനകത്ത് ഇട്ടേക്കണേ. അതിന്റെ ബാക്കി പൂർണ്ണമായി മാറ്റാതെ
നിങ്ങൾ വിളിക്കുന്ന ഞങ്ങളുടെ സംശയമുണ്ട്. അപ്പൊ ആലോചിച്ചു ആ ഉദ്യോഗസ്ഥരെ നടപടിയെടുക്കാൻ സാറിന് കയറുണ്ടോ? ഉദ്യോഗസ്ഥരെ സെക്രട്ടറി നടപടി എടുക്കുന്നതാണോ പറഞ്ഞത്? നടപടി ശുപാർശയോ? നടപടി എടുക്കാൻ ശുപാർശയോ? ഭരണസമിതി നടപടി എടുക്കുന്ന ഭരണസമിതിക്ക് തോന്നുമ്പോഴല്ലേ ഭരണസമിതി ഈ ഓഫീസിലെ ഒരു ഉദ്യോഗസ്ഥൻ വീഴ്ച വരുത്തിയാൽ നിങ്ങൾ അത് കണ്ടില്ല എന്ന് നടിക്കണോ? എനിക്ക് അറിയാറില്ല ഇപ്പോഴോ ഈ ഓഫീസ് പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലാതെ പഞ്ചായത്ത് പോയില്ലേ? നിങ്ങൾ എന്ത് ഈ പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ല എന്നിരിക്കട്ടെ, ഭരണസമിതി ഇല്ല എന്നിരിക്കട്ടെ, നിങ്ങൾ എന്ത് കാര്യം വീഴ്ച വരുത്തി വീഴ്ച വരുത്തി ഉദ്യോഗസ്ഥനെ നടപടി ആ കത്ത് വന്നിട്ട് ജിൽസ് അത് സാറിന് ധരിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് കമ്മിറ്റിക്ക് സാറിന് റിപ്പോർട്ട് ചെയ്യാൻ പറ്റും. സാറിന് പറയാലോ ഇങ്ങനെ ഒരു കത്ത് ബ്ലോക്കിൽ നിന്ന് വന്നു, അല്ലെന്നാ ഇങ്ങനെ ഒരു കത്ത് ബ്ലോക്കിൽ നിന്ന് വന്നു. ഇപ്പോഴത് കാണണം. നമ്മുടെ ബഡ്ജറ്റ് സമയം ആയിക്കൊണ്ടിരിക്കുക. എന്തെങ്കിലും വിശദീകരണം നമുക്ക് അറിയണമെങ്കിൽ കമ്മിറ്റി കഴിഞ്ഞിട്ട് ബഡ്ജറ്റ് കഴിഞ്ഞിട്ട് പറയാം. ബഡ്ജറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം. അതെല്ലാം പറയണെങ്കിൽ ബഡ്ജറ്റ് കഴിച്ചാലേ പറ്റുള്ളൂ. ഈ വർഷം പൈസ വെക്കുന്നത് നിങ്ങൾ എഴുതിത്താൽ എഴുതിക്കൊള്ളു. ഈ വർഷം പൈസ വെക്കുന്ന സെക്രട്ടറി പറഞ്ഞു, നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞു ഈ വർഷം പൈസ വെക്കുന്ന നിങ്ങളുടെ രേഖാമൂലം എഴുതിത്താൽ ഞങ്ങൾ നോക്കണം. പുള്ളി പറിച്ചു പറഞ്ഞ് എന്തിന് എഴുതിത്താൽ കൂടെ പറഞ്ഞ സെക്രട്ടറിനെ വേണ്ടണ്ട, ഞാൻ പറഞ്ഞില്ല കമ്മിറ്റി അവതരിപ്പിച്ചിട്ട് നമുക്ക് ബാക്കി വിശദീകരണം കൊടുക്കാം. എന്താ അവതരിപ്പിക്കാനാണ്? ഞങ്ങളുടെ ബഡ്ജറ്റ് അവതരിപ്പിക്കണേ നമുക്ക്. നിങ്ങൾ എന്തിനാണ് സംഗതി കഴിച്ച ബഡ്ജറ്റ് വെച്ചത് നിങ്ങൾ ഭാഗമായി എന്തുകൊണ്ട് ഇരുപത്തിനാല് പേരുടെ വീടിന്റെ കാര്യത്തിൽ തീരുമാനമാണ്. ഒന്നും അറിയാൻ നിലനിന്നുണ്ട്. ഒരു കത്ത് കണ്ടിട്ടില്ല, ഒരു വിവരമില്ല, ഞങ്ങൾ റിപ്പോർട്ട് ഉദ്യോഗസ്ഥരല്ല, ഞങ്ങൾക്കൊന്നും അറിയാൻ നിലനിന്നു. ഞാൻ മറുപടി എന്റെ സെക്രട്ടറി ഉണ്ടായിരിക്കും.
ഇനി ഇത് കഴിഞ്ഞിട്ട് സംസാരിക്കാൻ പറ്റുമെങ്കിൽ സംസാരിച്ചാൽ മതി. അല്ലെങ്കിൽ CIക്ക് എന്താ നടപടി എടുക്കാനുള്ള നടപടി എടുക്കാം. മൂലം സെക്രട്ടറി ഭയങ്കര സംഭവല്ലേ. അല്ല കഴിഞ്ഞ ബഡ്ജറ്റിൽ വെച്ചതല്ലേ? അല്ല കഴിഞ്ഞ ബഡ്ജറ്റിൽ വെച്ചിട്ട് 20,000 രൂപ വെച്ചുകൊണ്ടിട്ടുണ്ട്. ആർക്കും കൊടുത്തു. ഈ കൊല്ലം ബഡ്ജറ്റ് വെക്കണം. വെച്ച കാശെത്തി. കഴിഞ്ഞ ബഡ്ജറ്റിൽ വെച്ച കാശെത്തി. അങ്ങനെയുള്ള കാര്യം പറഞ്ഞ് ഞങ്ങൾ പോകെ വിയോ എന്ന് വരുന്നത് വിയോ ആണ്. ബഡ്ജറ്റ് മീറ്റിംഗിൽ ഞങ്ങളാരും പങ്കെടുക്കുന്നവരല്ല. മനസ്സിലായി. ഈ കാര്യത്തിൽ ഒരു തീരുമാനം വേണം. ഈ 24 പേരുടെ കാര്യത്തിൽ തീരുമാനം വേണം. ആ തീരുമാനത്തിൽ ഒരു കാര്യം ഞങ്ങൾ എവിടെ നിന്ന് പൊക്കോളാം. ഞാൻ ബഡ്ജറ്റ് കൂടുന്നത് ഇതിനൊരു തീരുമാനം വേണം. ചുമ്മാ ഫണ്ട് തുക മാറ്റിയിട്ട് വർത്താനൊന്നും പറഞ്ഞ നടപടിയുള്ള കാര്യമല്ല. അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. അതിന് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്തു. കഴിഞ്ഞ ബഡ്ജറ്റ് വെച്ചത് എന്തെങ്കിലും ചോദിക്കട്ടെ. മീറ്റിംഗ് ഒന്നും നടക്കൂല. മീറ്റിംഗ് നടക്കുന്നത് നിങ്ങൾ തീരുമാനം എന്നാ നിങ്ങൾ ഉറപ്പോണ കഴിഞ്ഞ ബഡ്ജറ്റ് പാവപ്പെട്ട ആളുകളുടെ വീട് പൊളിച്ചിട്ടാ പോവാ. അതിനൊരു സമാധാനം നിങ്ങൾ മീറ്റിംഗ് നടക്കാൻ പോണ അടുത്ത കൊല്ലത്തെ ബഡ്ജറ്റാണ്. ഇത് കഴിഞ്ഞ കൊല്ലത്തെ കാര്യമാണ്. വീട് പൊളിച്ചിട്ട് വെക്കണം. 2 ലോഡ് പൈസ കൊടുത്തവരുണ്ട്. ഇനി മഴയാണ് വരാൻ പോണത്. ഈ വെള്ളം വരാൻ നല്ലല്ലോ. അവരെവിടെ ജീവിക്കും? അതിനൊരു പരിഹാരമാണ് പറയുന്നത്. അതിനൊരു ഉത്തരവാദിത്വം പറഞ്ഞാൽ സെക്രട്ടറി ആര് പറഞ്ഞാലും സാറ് പറഞ്ഞാലും മതി. ഞങ്ങൾ സമ്മതിക്കും. കഴിഞ്ഞ ബഡ്ജറ്റിൽ വെച്ച കാശ് എത്തിയത് ഒരു വാക്ക് പറഞ്ഞാൽ സാമ്പത്തിക കഴിഞ്ഞ വർഷം CIക്ക് തന്നെ നടപടി ഉണ്ടാക്കാൻ പറ്റില്ലെങ്കിൽ നമുക്ക് പിരിച്ചുവിടാന്നേ. മീറ്റിംഗിലുള്ളവര് ബാക്കി പഞ്ചായത്തിനാണ് വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ 2,80,000 രൂപ കഴിഞ്ഞ BPCക്ക് ഒരു അംഗീകരിച്ചു വന്ന പൈസ ആയുർവേദ ഹോസ്പിറ്റലില് ബോഡി പിടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് വകമാറ്റി ചെലവഴിച്ചു. സെക്രട്ടറി ഞങ്ങളോട് എന്തിനാ സർവ്വ പഞ്ചായത്തിലേക്കും ഈ സെക്രട്ടറി പ്രസിഡന്റോ ഇതിനൊരു തീരുമാനം നിങ്ങളുടെ കാര്യം ചർച്ച ചെയ്തു. അല്ല മെമ്പർമാരോട് ഈ തീരുമാനം പറയാനില്ല. ഞങ്ങൾ ഇവിടെ ഒരിച്ചു മാറില്ല. മാറിയിരുന്നു കൂടെ. അതാണ്
10 മാസത്തിൽ വന്ന ഇമെയിൽ അയാൾ എന്തൊരു സെക്രട്ടറി പറയണം അവിടെ പുറത്തു പോകില്ല വീടിന്റെ കാര്യത്തിൽ വന്നാണ് സംസാരിക്കാൻ മെമ്പർ വീടിന്റെ കാര്യത്തിൽ വന്നാണ് പൈസ ഉണ്ടാകുന്നത് വീട് കുറച്ച് വീട് പോലീസുകാരുടെ പരിപാടി പറയുന്നത് ഇവിടെ ഇടം പോടാന്ന് വിളിക്കാൻ പറഞ്ഞിട്ടുണ്ടോ? അല്ല ആരാദ്യം വിളിച്ചേ? ഞാൻ വിളിച്ചു, അത് പറയാം. രാജ്യത്തുള്ള എല്ലാ കാര്യത്തിലും ഇവിടെ ആരും ഇറങ്ങിപ്പോ പറഞ്ഞിട്ടില്ല. തടസ്സം നിൽക്കുന്ന തടസ്സം നിൽക്കണമെങ്കിൽ അറിയാലോ ഈ പ്രശ്നത്തിൽ തീരുമാനം ഉണ്ടാക്കിയോ സാധനം അല്ല സെക്രട്ടറി അടുത്ത സാമ്പത്തിക വർഷം ഉണ്ടാവുന്നേ ഇനി സാമ്പത്തിക വർഷം ഇല്ല. അതാ അടുത്ത വർഷം എപ്പോഴേ വിട്ടോളൂ. നാളെ ഈ കഴിഞ്ഞ ബഡ്ജറ്റിൽ വീട് അതൊക്കെ അനുവദിച്ചാൽ മതി. പുള്ളിയെ പൈസ കൊടുക്കട്ടെ, പുള്ളിയെ പൈസ കൊടുക്കട്ടെ. അതെന്താ കഴിഞ്ഞ ബഡ്ജറ്റ് വെച്ച കാശ് ഇപ്പൊ കൊടുക്കണ്ട. അതിന് മുമ്പത്തെ ബഡ്ജറ്റ് എല്ലാ തവണ ഇവരെ വകമാറ്റി ചെലവഴിച്ചുകൊണ്ടിരിക്കുക. അവരാണ് നിങ്ങളുടെ പൈസ മാറ്റി വകമാറ്റി ചെലവഴിച്ചത്. സർവ്വസ്ഥലത്തും പോയി റിപ്പോർട്ട് എടുത്ത അടിസ്ഥാനത്തിലാണ് ചോദിക്കാനുള്ള മീറ്റിംഗ് അല്ല. ഈ മീറ്റിംഗ് സാറ് അത് വകമാറ്റി ചെലവഴിച്ച് വീടെല്ലാം പൊളിച്ചിട്ടു. ഇനി ആരും ഉണ്ടാകുള്ളൂ. അല്ല 10-ാം മാസം ഒരു മെയില് ഒരു സെക്രട്ടറി ഒരു പഞ്ചായത്ത് ഓഫീസിലേക്ക് വന്നു കഴിഞ്ഞിട്ട് പുട്ടപ്പയുടെ ഉദ്യോഗസ്ഥനാണ്. എന്നാൽ ശുപാർശ ചെയ്യാൻ പുട്ടപ്പയുടെ ഉദ്യോഗസ്ഥൻ വീഴ്ച വരുത്തിയിട്ട് ആകെ നടപടി എടുക്കാനേ. കൊടുക്കാത്ത ഉദ്യോഗസ്ഥനാരാ ഞാൻ പറയാലോ.